ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ ദിസ് ഇസ് മീ മേക്ക് 46. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പഴയ പടക്കുതിര തിരിച്ചെത്തിയിരിക്കുകയാണ്. അതായത് ഞാൻ 2012 തൊട്ട് ബൈക്ക് ഓടിക്കുന്ന സമയം മുതൽ എൻ്റെ ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്ന പയ്യനാണിത്. ഇപ്പോൾ മിലിറ്ററിയിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ചൂടാറും മുമ്പ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ അവനിത് ടോട്ടലി സ്റ്റോക്ക് ആക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സോസ്റ്റൊക്കെ മാറ്റണം. അതിനുവേണ്ടി പോകാൻ പോവുകയാണ്. അപ്പോൾ ആ എക്സോസ്റ്റ് മാറ്റിയിട്ട് നോർമൽ സാധാ ഇതിൽ വരുന്ന എക്സോസ്റ്റ് തന്നെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ സൈഡിലൊക്കെ വരുന്ന ടൈപ്പ് അതാണ് ഇതിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അഡീഷണൽ ആയിട്ട് ഇപ്പം ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പം ക്വിക്ക് ത്രോട്ട് നമുക്ക് വച്ചിട്ടുണ്ടായിരുന്നു, അത് മാറണം. ഇന്നർ മാത്രം മാറിയാൽ മതി. ക്ലച്ചിൻ്റെ കേബിളും മാറണം. അങ്ങനെ കുറച്ച് പണികളുണ്ട് ഇതിനിപ്പം ഇനി സ്റ്റോക്കാക്കാൻ വലിയ പാടില്ല, എന്നാലും ഇച്ചിരി പണിപ്പെടേണ്ടി വരും. വയറിങ് കിറ്റൊക്കെ ചെറിയൊരു പ്രോബ്ലം ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് മാറ്റണം. ഇതിന് പറഞ്ഞ ഡിസ്കവറിനെ പിടി വെച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പക്ഷേ ഇത് വീണ്ടും തിരിച്ച് കൊണ്ടുപോകും. അടുത്തവൻ സ്ഥലം മാറുന്നതിനനുസരിച്ച് ഈ ബൈക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓരോ പ്ലേസിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. എന്തായാലും ഇവനെ ആസാം കാണാനുള്ള ഭാഗ്യം കിട്ടി. ഓക്കെ, വേറെ ഇത് വന്നപ്പോൾ എനിക്ക് ചെറിയ പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈഡ്രോളിക് വെച്ച് നമ്മളന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അത് ഹൈഡ്രോളിക് ചെയ്യാനൊക്കെ മാറ്റി ഇപ്പോൾ സ്റ്റോക്കാണ് വെച്ചിരുന്നത്, മാസ്റ്റർ സിലിണ്ടറും ക്ലച്ചും എല്ലാം. അപ്പോൾ അവന് അത് വലിയൊരു പ്രസ്സിങ് വന്നില്ല. കറക്റ്റായിട്ട് ബ്രേക്ക് കിട്ടാത്തൊരു ഫീല് പോലെ തോന്നി. അതുകൊണ്ടാണ് അത് മാറ്റിയത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എക്സോസ് നോട്ട് കേൾക്കണ്ടേ. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എക്സോസ് നോട്ട് പുതിയ ചാർജർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സോസ് നോട്ട്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാം. എനിക്ക് തോന്നി, ഞാൻ ഇതുവരെ ഓടിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഹാൻഡിൽ ബെൻഡുള്ളതായിട്ട് തോന്നി. ചിലപ്പോൾ ആ ഫോർക്കിൻ്റെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ചിലപ്പം ബെൻഡ് മാറാൻ ചാൻസ് ഉണ്ട്. ക്ലച്ച് കേബിൾ മാറണം, റോഡിൻ്റെ ഇന്നർ മാറണം. ഗിയർ മാറുമ്പോഴും അവൻ്റെ ചാട്ടത്തിനൊരു കുറവുമില്ല. അപ്പോൾ ഗൈസ്, നമ്മളിനി വണ്ടി നേരെ വെൽഡിങ് വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. ചേട്ടൻ കടവറിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.